നമ്മുടെ മമ്മൂക്കയ്ക്കും കമലഹാസനും കിട്ടാത്ത ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എങ്ങനെ മോഹൻലാലിന് കിട്ടിയെന്നൊരു ചോദ്യം ഇപ്പോൾ സിനിമാ ലോകത്തെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ്. ഇന്ത്യയിലെ സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നതും ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ വർഷം തോറും നൽകുന്നതുമാണ് ഇത്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനും നൽകിയ ഏറ്റവും മികച്ച സംഭാവനകൾക്ക് ആദരിക്കുന്ന ഒരു അവാർഡാണിത്. കൂടാതെ ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ വ്യക്തികളടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. സ്വർണ്ണ പതക്കം, ഒരു ഷാള്, 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് എന്നിവ ഈ അവാർഡിൽ ഉൾപ്പെടുന്നു. 1969 ആദ്യമായി സമ്മാനിച്ച ഈ അവാർഡ് ഇന്ത്യൻ സിനിമയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ നൽകിയ സംഭാവനകളെ അനുസ്മരിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് ഏർപ്പെടുത്തി. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫാൽക്കെ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ചിത്രമായ രാജ ഹരിചന്ദ്ര 1913 സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരനായിരുന്നു. 1978 തിരനോട്ടം എന്ന റിലീസാകാത്ത സിനിമയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ മോഹൻലാൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 360-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 5 തവണ ദേശീയ സിനിമാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ലാലേട്ടൻ 2001 പത്മശ്രീയും 2019 പത്മഭൂഷണും ലഭിച്ചിരുന്നു. മമ്മൂട്ടിക്കും കമലഹാസനും ഇത് ലഭിക്കാത്തതിനെ കുറിച്ച്, അല്ലെങ്കിൽ മോഹൻലാലിന് എന്തുകൊണ്ട് അർഹനായി എന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായി ഈ ഒരു അവാർഡ് ഇതിനു മുമ്പ് 2000 തൊട്ട് 2023 വരെ ഈ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ആളുകളും അല്ലെങ്കിൽ ഈ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 2023 നടനും സംവിധായകനും നിർമ്മാതാവുമായ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മലയാളത്തിലെയും ഇന്ത്യൻ സിനിമകളിലെയും തലമുറകളെ സ്വാധീനിക്കുന്ന കലാവൈദഗ്ധ്യത്തിനും അസാധാരണമായ വൈദഗ്ധ്യത്തിനും മോഹൻലാലിന് ഈ ഒരു അവാർഡ് ലഭിച്ചു. 2022 നടനായ മിഥുൻ ചക്രവർത്തി ഹിന്ദി ഭാഷയിൽ വൈവിധ്യമാർന്ന സിനിമാറ്റിക് രൂപങ്ങളിലൂടെയും ഊർജ്ജസ്വലമായ സ്ക്രീൻ സാന്നിധ്യത്തിനും ദീർഘകാലമായി നിലനിൽക്കുന്ന ജനപ്രിയ ആകർഷണത്തിനും അവാർഡ് ലഭിച്ചു. 2021 നടിയായ വഹീദ റഹ്മാൻ ഹിന്ദി ഭാഷയിൽ ഇന്ത്യൻ സിനിമയിലുടനീളമുള്ള ക്ലാസിക്കൽ, റൊമാൻറ്റിക് നാടകവേഷങ്ങളിലെ കാലാതീതമായ ചാരുതയ്ക്കും വൈദഗ്ധ്യത്തിനും അവാർഡ് നേടി. 2020 നടിയായ ആശ പരേഖ് ഹിന്ദി ഭാഷയിൽ ഹിന്ദി സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ സ്ഥിരമായ താരപദവിക്കും നായികാവേഷങ്ങളെ ഭംഗിയായി പുനർനിർവചിച്ചതിനും അവാർഡ് നേടി. 2019 നടനായ രജനീകാന്ത് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ദക്ഷിണേന്ത്യയിലെ ജനപ്രിയ സിനിമാറ്റിക് താരപദവിയെ രൂപപ്പെടുത്തുന്ന അതുല്യമായ പ്രതിഭാസത്തിനും പാൻ ഇന്ത്യൻ സ്വാധീനത്തിനും വേണ്ടി അംഗീകാരം നേടി. 2018 നടനായ അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിനിമയിലെ സമാനതകളില്ലാത്ത സ്ക്രീൻ സാന്നിധ്യത്തിനും തലമുറകളിലൂടെ നിലനിൽക്കുന്ന പാരമ്പര്യത്തിനും അവാർഡ് അർഹനായി. 2017 നടനായ വിനോദ് ഖന്ന ഹിന്ദി സിനിമയിലെ ഒരു നടൻ, നിർമ്മാതാവ് എന്നീ നിലയിലുള്ള ബഹുമുഖ അഭിനയ ജീവിതത്തിനും സംഭാവനകൾക്കും അർഹനായി. 2016 സംവിധായകനും എഴുത്തുകാരനുമായ കെ വിശ്വനാഥ് തെലുങ്ക് സിനിമയിൽ ശാസ്ത്രീയ സംഗീതം, നൃത്തം, സാംസ്കാരിക പ്രമേയങ്ങൾ എന്നിവ കലാപരമായ മികവോടെ സമന്വയിപ്പിച്ചതിന് അവാർഡിന് അർഹനായി. 2015 നടനും സംവിധായകനുമായ മനോജ് കുമാർ ഹിന്ദി സിനിമയിൽ ദേശസ്നേഹ പ്രമേയങ്ങളും സാമൂഹിക മനസ്സുള്ള കഥകളും ജനപ്രിയമാക്കുന്നതിന് അവാർഡിന് അർഹനായി. 2014 നടനും നിർമ്മാതാവുമായ ശശി കപൂർ കരിസ്മാറ്റിക് അഭിനയത്തിനും ഇന്ത്യൻ സിനിമയെ അന്താരാഷ്ട്ര നിർമ്മാണങ്ങളുമായും പ്രേക്ഷകരുമായും ബന്ധിപ്പിക്കുന്നതിനും അർഹരായി. 2013 ഗാനരചയിതാവും കവിയും സംവിധായകനുമായ ഗുൽസാർ ചലച്ചിത്ര ഭാഷയെയും ഇന്ത്യൻ ചലച്ചിത്ര സാഹിത്യത്തെയും സമ്പന്നമാക്കിയ കാവ്യാത്മകമായ ഗാനരചനയ്ക്കും സംവേദനക്ഷമതയുള്ള സംവിധാനത്തിനും അവാർഡിന് അർഹനായി. 2012 നടനായ പ്രാൺ ഹിന്ദി സിനിമയിലെ കഥാപാത്ര നടൻ വില്ലൻ വേഷങ്ങളെ അവിസ്മരണീയവും സൂക്ഷ്മവുമായ പ്രകടനങ്ങളിലൂടെ പുനർനിർവചിച്ചതിന് അവാർഡിന് അർഹനായി. 2011
നടനായ സൗമിത്ര ചാറ്റർജി എഴുത്തുകാരുമായുള്ള ഒരു ഐക്കോണിക് അഭിനയ പങ്കാളിത്തത്തിനും ബംഗാളി സിനിമയെ ഉന്നത സാന്നിധ്യത്തിനും അവാർഡിന് അർഹനായി. 2010 സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ ബാലചന്ദ്രൻ നൂതനമായ തിരക്കഥകൾക്കും തമിഴ് മുഖ്യധാര സിനിമയിലേക്കും കലാ സിനിമയിലേക്കും ധീരമായ പ്രമേയങ്ങളെയും പുതിയ പ്രതിഭകളെയും പരിചയപ്പെടുത്തിയതിനും അവാർഡിന് അർഹനായി. 2009 പ്രൊഡ്യൂസറായ ഡി രാമനായിഡു ഇന്ത്യൻ ഭാഷകളിലുടനീളമുള്ള സമൃദ്ധമായ ചലച്ചിത്ര നിർമ്മാണത്തിനും രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മാണ സ്ഥാപനങ്ങളിലൊന്ന് നിർമ്മിക്കുന്നതിനും അവാർഡിന് അർഹനായി. 2008 ഛായാഗ്രാഹകനായ വി കെ മൂർത്തി നിരവധി നാഴികക്കല്ലായ സിനിമകളുടെ ദൃശ്യശൈലിയെ നിർവചിച്ച പാത വെട്ടിത്തുറക്കുന്ന ഛായാഗ്രഹണത്തിന് അവാർഡിന് അർഹനായി. 2007 പിന്നണി ഗായിക മന്നാ ഡേ 5 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് ക്ലാസിക്കൽ ആഴവും വൈവിധ്യമാർന്ന ആവിഷ്കാരവും നൽകിയതിന് അവാർഡിന് അർഹനായി. 2006 ഡയറക്ടർ തപൻ സിൻഹ വിഭാഗങ്ങളിലും ഭാഷകളിലും മനുഷ്യത്വപരമായ കഥ പറച്ചിലിനായി സാധാരണക്കാരുടെ ജീവിതങ്ങളെ ക്ഷമതയോടെ അഭിസംബോധന ചെയ്യുന്നതിന് അവാർഡിന് അർഹനായി. 2005 സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്യാം ബെൻഗസൽ ഇന്ത്യൻ സമാന്തര സിനിമയുടെ വ്യാപ്തി വികസിപ്പിക്കുകയും നിരവധി പ്രതിഭകളെ പുറത്തിറക്കുകയും ചെയ്ത സാമൂഹിക ബോധമുള്ള യാഥാർത്ഥ്യബോധമുള്ള സിനിമയ്ക്കായി അവാർഡിന് അർഹനായി. 2004 സംവിധായകനും തിരക്കഥാകൃത്തുമായ അടൂർ ഗോപാലകൃഷ്ണൻ മലയാള നവതരംഗ സിനിമയ്ക്ക് മാനവികമായ ആഴവും അന്താരാഷ്ട്ര നിലവാരവും കൊണ്ടുവന്നതിന് അവാർഡിന് അർഹനായി. 2003 ഡയറക്ടർ മൃണാൽ സെൻ ബംഗാളിയിലും ഇന്ത്യൻ കലാസിനിമയിലും രാഷ്ട്രീയമായി അവബോധമുള്ളതും സാമൂഹികമായി വേരൂന്നിയതുമായ സിനിമയ്ക്ക് തുടക്കമിട്ടതിന് അവാർഡിന് അർഹനായി. 2002 നടനും നിർമ്മാതാവുമായ ദേവ് ആനന്ദ് പതിറ്റാണ്ടുകളായി ഹിന്ദി സിനിമയെ ഊർജ്ജസ്വലമാക്കിയ നടനും ചലച്ചിത്ര നിർമ്മാതാവും എന്ന നിലയിൽ ദീർഘവും ആകർഷവും വൈവിധ്യപൂർണവുമായ ഒരു കരിയറിനായി ഈ അവാർഡിന് അർഹനായി. 2001 ഡയറക്ടറും പ്രൊഡ്യൂസറുമായ യാഷ് ചോപ്ര യാഷ് രാജ് ഫിലിംസിൻ്റെ സ്ഥാപകനും സംവിധായകനും എന്ന നിലയിൽ ആധുനിക സിനിമയുടെ പ്രണയ ആഖ്യാന ശൈലിയെ രൂപപ്പെടുത്തിയതിന് അവാർഡിന് അർഹനായി. 2000 പിന്നണി ഗായിക ആശാ ഭോസ്ലെ ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിനും പിന്നണി ഗാനത്തിനും അവരുടെ അസാധാരണമായ ശ്രേണിക്കും പതിറ്റാണ്ടുകളായി അവർ നൽകിയ സംഭാവനകൾക്കും അവർ അർഹയായി. ഇനി നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് പോകാം. ഈ അവാർഡ് വിവിധ ഭാഷകളിൽ നിന്നുള്ള കലാകാരന്മാരെ പരിഗണിച്ച് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ് നിശ്ചയിക്കുന്നത്. മമ്മൂട്ടിയെയും കമലഹാസനെയും ഇതുവരെ പരിഗണിക്കാത്തതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇത്തരം ജീവിതകാല ബഹുമതികൾ പലപ്പോഴും തവണകളായി വരാറുണ്ട്. ഒരാൾക്ക് ഉടനെ ലഭിക്കാതെ വരാം, പക്ഷേ ഭാവിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി സംഭാവന, സ്വാധീനം, ഭാഷാപരമായ വ്യാപ്തി തുടങ്ങിയവ കമ്മിറ്റി വിലയിരുത്തും. പൊതുജനാഭിപ്രായം പലപ്പോഴും കമ്മിറ്റിയുടെ കണക്കുകൂട്ടലുമായി ഒത്തുപോകണമെന്നില്ല. പലപ്പോഴും വിവിധ ഭാഷകളിൽ നിന്നുള്ള കലാകാരന്മാർക്കും മാറി മാറി നൽകാൻ കമ്മിറ്റി ശ്രമിക്കും. എങ്കിലും ഇത് സ്ഥിരമായ നിയമമല്ല. ദീർഘകാല പ്രവർത്തനം, തലമുറകളിൽ സ്വാധീനം, അഭിനയത്തിന് പുറമെ സിനിമയ്ക്ക് നൽകിയ മറ്റു സംഭാവനകൾ എന്നിവയും പരിഗണിക്കും. ജനങ്ങൾ കരുതുന്ന യോഗ്യൻ അല്ലെങ്കിൽ ആ ഒരാൾ ഉടൻ അവാർഡിന് അർഹനാകുമെന്നില്ല. പലപ്പോഴും അത് കമ്മിറ്റിയുടെ ആഭ്യന്തര തീരുമാനങ്ങളോട് വ്യത്യാസപ്പെട്ടിരിക്കും. പൊതുവായ പ്രതികരണങ്ങൾ മോഹൻലാലിന് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മമ്മൂട്ടിക്കും കമലഹാസനും ഇതുവരെ കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് ചർച്ചകൾ ശക്തമായി. കമലഹാസൻ തന്നെ മോഹൻലാലിനെ അഭിനന്ദിക്കുകയും ഇത് ലഭിക്കാത്ത മറ്റുള്ള കലാകാരന്മാരെ പരിഹസിക്കരുത്, അവർക്ക് ഭാവിയിൽ ലഭിക്കാമെന്ന് പറഞ്ഞ് പ്രതികരിച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ മോഹൻലാൽ ശരിക്കും ഇതിന് അർഹനാണോ,
അതോ മമ്മൂട്ടിയും കമലഹാസനെയും പോലുള്ള മുൻതിര അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന താരങ്ങൾ ഈ ഒരു അവാർഡിന് അർഹനാണെന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കമൻറ്റുകളിൽ കാണാം ഏറ്റവും അർഹനായിട്ടുള്ള ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഈ അവാർഡിന് അർഹനായിട്ടുള്ള ആരാണെന്ന് നമുക്കൊന്ന് കമൻറ്റിലൂടെ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.